ഹായ് കൂട്ടുകാരെ, ഈ കാണുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാം. നമ്മളിന്ന് മെയിനായിട്ട് കാണാൻ പോകുന്നത് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലോട്ടാണ്. അതായത് വീണാൽ തിരച്ചിലില്ലാത്ത കേരളത്തിലെ ഒരേ ഒരു വെള്ളച്ചാട്ടമാണ് ഉരുക്കുഴി വെള്ളച്ചാട്ടം. ഉരുക്കുഴി വെള്ളച്ചാട്ടം എത്തുന്നതിന് മുമ്പ് ഈ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കക്കയം ഡാമിൻ്റെ ഇപ്പുറത്ത്. നല്ല രസമാണ്, നല്ല ഫോട്ടോയൊക്കെ എടുക്കുക. ഇനി നമ്മളിത്തിരി വേഗത്തിൽ നടക്കണം, കാരണം ശരിക്കും നിഗൂഢമായ വനത്തിലൂടെയാണ് കക്കയം ഡാമിൽ നിന്ന് 2 കിലോമീറ്റർ നടക്കണം ഈ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലോട്ട്. ഇപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര പേടി തോന്നുന്നതാട്ടോ. അതായത് നിഗൂഢമായ വനത്തിലാണ് നമ്മൾ കടുവയും പുലിയും ആനയും എല്ലാം ഉള്ള ഒരു വലിയൊരു കാട്. ഇതാണ് ഈ കാണുന്ന ഉരുക്കുഴി വെള്ളച്ചാട്ടം. കാണാൻ മാത്രം വലിയൊരു വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ പോലും ഈ താഴെയല്ലേ കൊക്ക പോലെയാണ് ഈ വെള്ളം ചാടുന്നത്. അടിഭാഗം നമുക്ക് നേരെ കാണാൻ കഴിയില്ല. കുറേ അപ്പുറത്ത് കുറേ മലകളും നല്ല വലിയ കുന്നുകളും പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ഈ ഉരുക്കുഴി വെള്ളച്ചാട്ടം എന്ന പേര് വന്നു തന്നെ ഉണ്ടല്ലോ, പാറക്കെട്ടുകൾക്കിടയിൽ ആഴത്തിലുള്ള ഉരൽക്കുഴികൾ ഉള്ളത് കൊണ്ടാണ് ഈ പേര് വന്നത് തന്നെ. ഇവിടുന്ന് ഇപ്പോൾ ഒരാൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ തിരയേണ്ടെന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും. കേരളത്തിൽ അങ്ങനെയുള്ളൊരു വെള്ളച്ചാട്ടം ഇത് മാത്രമാണ്. എന്തായാലും നല്ല പേടി നിറഞ്ഞതാണ്. അങ്ങോട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കണം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞു തരിക. ചെറിയ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ച് ഡേഞ്ചറാണ്. ഇതുവരെ ആരും അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വിട്ടുന്ന് കാണാം. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ അവിടെ ഗേറ്റ് അടയ്ക്കും. അതിനു മുമ്പ് നമ്മൾ ആ കാട്ടിലൂടെ നടന്ന് വേണം അങ്ങോട്ട് എത്താൻ. 2 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കക്കയം ഡാം വഴി ഇറങ്ങുമ്പോണ്ടല്ലോ ഉള്ള സൺസെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലേസായിട്ട് എനിക്ക് അവിടെ തോന്നി. നല്ല സൺസെറ്റും നല്ല പോലെ നമുക്ക് വിശാലമായ പുൽമൈതാനങ്ങളൊക്കെ കണ്ട് നല്ല രസമാണ്. ഇതുവരെ ആരെങ്കിലും അങ്ങോട്ട് പോകാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.